ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കയ്പ്പയ്ക്ക അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ കയ്പ്പയ്ക്ക ഇഷ്ടപ്പെടാത്തവരാണെങ്കിലും അച്ചാറിട്ട് കഴിച്ചാൽ സൂപ്പറാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കി വെച്ച കുപ്പി കാലിയാവുന്ന വഴി അറിയില്ലേ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് കയ്പ്പയ്ക്ക തന്നെയാണ്. കയ്പ്പയ്ക്ക ഒരു നല്ല നൈസായിട്ടല്ല, ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കണം. ഇതാണ്ടോ ഈ കാണുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊന്ന് കുറച്ച് നേരം ഒന്ന് കഴുകി വൃത്തിയാക്കണം. നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട്, കല്ലുപ്പോ അല്ലെങ്കിൽ പൊടിയുപ്പോ എന്തായാലും കുഴപ്പമില്ല, അതിട്ടിട്ട് കുറച്ച് നേരം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം നന്നായി മിക്സ് ചെയ്ത് കുറച്ച് സമയം വെള്ളം ഒഴിച്ച് വയ്ക്കാം. എന്നിട്ട് പിന്നെ അതിൻ്റെ വെള്ളം ഒന്ന് വാർത്തെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, കുറച്ച് പച്ചമുളക് വേണം, വെളുത്തുള്ളി വേണം, പിന്നെ അതേപോലെ മുളക് പൊടി, ഉപ്പ്, പിന്നെ നമ്മുടെ കായപ്പൊടി, അതേപോലെ തന്നെ കുറച്ച് പുളി കഴുകി വെള്ളത്തിൽ കുതിർത്തി വെച്ചത് കേട്ടോ. ഇത്ര സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിൽ കടുക് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി കുറച്ച് സമയം ഒന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കയ്പ്പയ്ക്കയും അതേപോലെ പച്ചമുളകും കൂടിയിട്ട് അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അത് കുറച്ച് സമയം ഒന്നിട്ട് വഴറ്റി കൊടുക്കാം. കയ്പ്പയ്ക്കയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നിറം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, അതേപോലെ തന്നെ കുറച്ച് കായം പൊടിയാണ് ചേർക്കുന്നത്. ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന തരത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പുളി നന്നായി അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പിന്നെ അത് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് നന്നായി സെറ്റാകാൻ അനുവദിക്കുക. അതിനുശേഷം നമുക്ക് ഒന്നില്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവസാനമായിട്ട് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വിനാഗിരി, സുർക്ക എന്ന് പറയില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ കയ്പ്പയ്ക്ക അച്ചാർ ഉണ്ടാക്കുന്ന അത് കഴിഞ്ഞു. പിന്നെ അച്ചാർ നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മളൊരു ബോട്ടിൽ ആക്കി വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അതേപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഉണ്ടാക്കി. ഞങ്ങൾ നോക്കിയപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ വീട്ടിലുണ്ടാക്കി കയ്പ്പയ്ക്ക അച്ചാർ ഇതാണ് കഴിക്കുന്നത്. ഇത് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. മമ്മിയുടെ എല്ലാ അച്ചാറും നല്ല സൂപ്പറാണ്. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ബിസിനസ്സൊക്കെ, അച്ചാറിൻ്റെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്താലോന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. അതേപോലെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യാം കേട്ടോ. താങ്ക് യു.